വരുന്നത്. 900 വോൾട്ടേജിലായിരിക്കും. ഓക്കെ. ഇത് നമുക്ക് കുക്കിംഗ് ടെമ്പറേച്ചറാണ് വരുന്നത്. ഇത് നമുക്ക് കുക്കിംഗ് ടെമ്പറേച്ചറാണ് വരുന്നത്. അടുത്തത് 720 എന്ന് പറയും. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുന്ന കറികളൊക്കെ ചൂടാക്കണമെങ്കിൽ റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ടെമ്പറേച്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓംലേറ്റ്, ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ദോശയുടെ മാവ് നമുക്ക് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലേറ്റിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 540 ഇടുക, ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ ഓംലേറ്റ് അങ്ങനെ സിസ്റ്റം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 360 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ, മീറ്റ്. ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ്, ഫിഷൊക്കെ ആണെങ്കിൽ ഒരു 10-12 മിനിറ്റ് 360 ഇട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ, ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തെടുക്കണമെങ്കിൽ 180. ഇങ്ങനെ 3 ഇതായിട്ടാണ് വരുന്നത്. അപ്പം 900 ഒരിക്കലും കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ചൂടാക്കരുത്, ടേസ്റ്റ് മാറിപ്പോകും. 720 ഇട്ടിട്ട് ചെയ്യാവും. ഇത്രയാണ് മൈക്രോവേവ്. ഇത് എന്നിട്ട് നേരെ നോബ് തിരിച്ച് ടൈം സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രില്ലാണ് വരുന്നത്. ഗ്രില്ലിൽ നമുക്ക് 1250 വാട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നേരെ ടൈം മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൈം സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക, അത്രേ വരുന്നുള്ളൂ. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ കൺവെൻഷൻ, ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിലായിരിക്കും കിടക്കുന്നത്. നമുക്ക് ഈ നോബിലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി വരെ പോകും. ഹൈ എന്ന് പറഞ്ഞാൽ 230 വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, ഒരു പ്രാവശ്യം സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നേരെ ടൈം സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ടെമ്പറേച്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റാർട്ട് ബട്ടണിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രീ ഹീറ്റ് ആവും. എത്രയാണ് പ്രീ ഹീറ്റ് വെക്കുന്നത് അതിലേക്ക് പ്രീ ഹീറ്റ് ആവും. ഇത്ര നമുക്ക് മാനുവലി കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് ജസ്റ്റ് സ്നാക്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വിക്ക് സ്റ്റാർട്ട് കൊടുത്താൽ മതി. സ്നാക്സ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്, ചായ ഒന്ന് ചൂടാക്കാനാണെങ്കിൽ ജസ്റ്റ് ക്വിക്ക് സ്റ്റാർട്ട് കൊടുത്താൽ മതി. മൈക്രോ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, 900 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ടൈം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം അതിന് വരും. 30 സെക്കൻഡിൽ തന്നെ ചൂടായി കിട്ടും നമുക്ക്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് ഓട്ടോ കുക്ക് മോഡാണ് വരുന്നത്. അത് ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ അകത്ത് ഏതൊക്കെ കോഡാണ് കിടക്കുന്നതെന്ന് കാണിക്കും, ഏതൊക്കെ റെസിപ്പിയാണെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡയറ്റ് ഫ്രൈ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു റെസിപ്പിയാണ് അത്. അതിൻ്റെ അകത്ത് നമ്മൾ റെസിപ്പിയോ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ DF1 ഏത് റെസിപ്പിയാണെന്ന് കാണിക്കും. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ DF1. അങ്ങനെ ഡയറ്റ് ഫ്രൈഡ് നമുക്ക് 12 ഐറ്റംസ് ഇതിൽ വെക്കാം. റൊട്ടി ബാസ്ക്കറ്റ് ക്ലിക്ക് ചെയ്താൽ അടുത്തത് വരും. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനുള്ളത് വരും. അങ്ങനെ ഇതിൻ്റെ റൊട്ടി ബാസ്ക്കറ്റിൽ അത് തന്നെ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അടുത്ത മോഡലിലേക്ക് 25 ഐറ്റംസ് വെക്കാം. 25 ഓപ്ഷൻസ്. പിന്നെ ഇന്ത്യൻ ക്യൂസൈൻസ് ഉണ്ട്. അത് വന്ന് നമുക്ക് ഇന്ത്യൻ ക്യൂസൈൻ 40 ഐറ്റംസ് വരെ വെക്കാം. പിന്നെ ഇത് മിൽക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, എന്ന് വെച്ചാൽ തിളച്ചത് അത് നമുക്ക് 2 ലിറ്റർ വരെ വെക്കാം. ഇതിൻ്റെ കൂടുതൽ കണ്ടെയ്നർ കിട്ടിയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ കിട്ടും പ്ലാസ്റ്റിക്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിച്ചു വെക്കുക നേരെ. അല്ല ആ കണ്ടെയ്നർ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ വെച്ചാലോ? വേറെ പാത്രത്തിൽ നമുക്കിപ്പോൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും അതിൽ വെച്ച് നമുക്ക് ചെയ്യാം. അതിങ്ങനെ പൊങ്ങി വരുമോ? തിളച്ച് പൊങ്ങില്ല? ഒട്ടും പൊങ്ങില്ല. നേരെ സെറ്റ് ചെയ്യുക. നമുക്ക് വേണ്ട എത്ര ലിറ്റർ ആണ്. മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ വെക്കാം. ഇല്ലെങ്കിൽ മറ്റേത് ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണെങ്കിൽ കവറിങ് ഉള്ള സാധനം ഇത് വെക്കുക. ഒരു പ്രാവശ്യം സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നോബ് തിരിക്കുമ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. 25 ഡിഗ്രിയോ അല്ലെങ്കിൽ 4 ഡിഗ്രിയോ പാസ്ചറൈസിന്റെ ഓപ്ഷൻ തന്നെ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക.
സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ അതിനുള്ള ടൈം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇങ്ങനെയാണ് ഈ ഓട്ടോ കുക്ക് മോഡ് എല്ലാം വരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് ദോശ വെയിറ്റ് എത്രയാണ്, കപ്പാസിറ്റി എത്രയാണ്, ആദ്യം ഓപ്ഷൻ എടുക്കുക, പിന്നെ വെയിറ്റ് എത്രയാണ്, കപ്പാസിറ്റി എത്രയാണ് കൊടുക്കുക, അതിനുശേഷം സ്റ്റാർട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ടൈം വരും. പിന്നെ ദോശ ഞാനിപ്പോൾ പറഞ്ഞ പോലെ വെക്കണ്ട, ഇവിടെ ഓട്ടോ കുക്ക് മോഡിലുണ്ട്, കോഡുണ്ട് ദോശ, അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ടൈം ഇവിടുന്ന് സ്മോക്ക് വരിക നല്ലപോലെ, എവിടെ നിന്ന്, ഈ സൈഡിൽ നിന്ന്. പിന്നെ ഒരു കോയിൽ കരിയുന്നതിൻ്റെ സ്മെല്ല് വരും, അത് ആദ്യമായിട്ട് കോയിലൊന്ന് ഹീറ്റ് ആകുന്നതല്ലേ. മൈക്രോയിൽ വരില്ല, കൺവെൻഷനൊക്കെ ചെയ്യുമ്പോൾ വരും ഗ്രില്ല് ചെയ്യുമ്പോൾ. മൈക്രോയിൽ വേവാണ് ചൂടാക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഗ്രിൽ ചിക്കനും അതൊക്കെ ഉണ്ടാക്കില്ലേ, അതേതായിരുന്നു, ഗ്രിൽ കോമ്പി അല്ല, ഗ്രില്ല് മാത്രം പ്രസ് ചെയ്താൽ മതി. നേരെ ടൈം സെറ്റ് ചെയ്യുക. ഗ്രില്ലിന്റെ ഇതൊക്കെ കിട്ടിയിട്ടില്ല, റോട്ടറി ഒക്കെ കിട്ടിയിട്ടില്ല. നേരെ ടൈം സെറ്റ് ചെയ്ത് നമുക്ക് രണ്ടെണ്ണമുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ടിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ, ഇതിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക, നേരെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക, റൊട്ടേറ്റ് ചെയ്തോളൂ. പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് കൈ കൊണ്ട് തൊടാതെ വീഡിയോ എടുക്കാൻ വേണ്ടി. പിന്നെ മൈക്രോ യൂസ് ചെയ്യുമ്പോൾ മെറ്റൽസ് ആയിട്ടുള്ള ഒരു പാത്രങ്ങൾ യൂസ് ചെയ്യും. ഒരു സ്പൂൺ പോലും കാണാൻ മെഷീൻ കംപ്ലൈൻ്റ് ആയിപ്പോകും. ഈ ഗ്രില്ലിന്റെ റാക്ക് വല്ലതും ഇരുന്നാൽ കുഴപ്പമുണ്ടോ? ഇപ്പൊ ഗ്രിൽ കോമ്പി ഒക്കെ അടിക്കുമ്പോഴേക്കും മൈക്രോ കോമ്പിക്ക് കുഴപ്പമില്ല. കോമ്പിക്ക് എന്ന് പറഞ്ഞാൽ 360 വാട്ട് വരെ കോമ്പി പോകുന്നു. 360 വാട്ട്സ് വരെ മൈക്രോവേവിന്റെ പവർ. അത് അങ്ങനെ ആരും അധികം ഉപയോഗിക്കാറില്ല. കോമ്പിയുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫുൾ ചിക്കനാണ് വെക്കുന്നത്, ഗ്രില്ലിന്റെ ടൈമിൽ പുറമെ മാത്രമല്ല ഹീറ്റിംഗ് കൊടുക്കുള്ളൂ. ഇതിപ്പോൾ ഉള്ളിലും കൂടി വേവിയും കൂടി ചെയ്യും. അപ്പോൾ കോമ്പിനേഷൻ ബോർഡ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ 2 പ്രാവശ്യം പ്രസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രില്ല് കൺവെൻഷനാണ്. ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ മൈക്രോ ഗ്രില്ലാവും. ഇതാണ് മൈക്രോയുടെ ലോഗയാണ്. ഇത് ഗ്രില്ലിൻ്റെ ഫ്ലേവറിൻ്റെ വരുന്ന കൺവെൻഷൻ്റെ. അപ്പോൾ അതെപ്പോഴും ചെക്ക് ചെയ്തതാണ്. എന്നിട്ട് നേരെ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് കൊടുക്കും. അല്ല സോറി, മൈക്രോയിൽ പ്രസ് ചെയ്യുമ്പോൾ വാട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ 360 വരെ വെക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മൈക്രോയിൽ മെറ്റൽസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ എടുത്തിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്യണതിന് നേരം കോമ്പി മോഡ് സെലക്ട് ചെയ്യാം. നമ്മൾ ഗ്രില്ല് ഓൾറെഡി സെലക്റ്റഡ് ആണല്ലോ. ഈ മൈക്രോയുടെ ടെമ്പറേച്ചർ വാട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്യുക, നേരെ ടൈം സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ ഒരുപോലെ വെന്ത് കിട്ടും, പുറമെ ക്രിസ്പി ആയിട്ട് കിട്ടും. LGയുടെ എല്ലാ മൈക്രോവേവിലും കോമ്പി മോഡ് എല്ലാത്തിലും ഉണ്ട്. എല്ലാം ഇതുപോലെ തന്നെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്? സ്വിച്ചസിനൊക്കെ മാത്രമേ വ്യത്യാസം വരുള്ളൂ. പിന്നെ ചിലതിന് 800 വാട്ടുണ്ട്. ഇത് ഹൈ എൻഡ് മോഡലായതുകൊണ്ട് 900 വാട്ടായിരിക്കും. പിന്നെ ആഴ്ച ഒരു ദിവസം സ്റ്റീം ക്ലീൻ ചെയ്യണം. ലെമൺ ജ്യൂസ് കുറച്ച് ഗ്ലാസ് ബൗളിൽ വെച്ചിട്ട് ഒരു 30 ml വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മൈക്രോ 900 ഇടുക, 10 മിനിറ്റ് സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം മൊത്തം വേപ്പറായിട്ട് ഇടും. എന്നിട്ട് തുടച്ചെടുക്കുക. അത് കറക്റ്റായിട്ട് ആഴ്ച ഒരു ദിവസം ചെയ്യണം. അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാവും. പിന്നെ വിനാഗിരിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഈ ക്യാവിറ്റി കംപ്ലൈൻ്റ് ആയി പോകും, മൊത്തം ഡാമേജ് ആവും. വേറെ ക്ലീനിങ് ലിക്വിഡ് അങ്ങനത്തെ സാധനം യൂസ് ചെയ്യണ്ട. ലെമൺ ജ്യൂസ് മാത്രം, അതും സ്മെല്ലുണ്ടെങ്കിൽ മാത്രം ലെമൺ ജ്യൂസ് വെച്ച് കൊടുത്താൽ മതി. അത് നമ്മൾ വെച്ച് പരിചയമായി പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ 1 ലിറ്റർ വെള്ളം നമുക്ക് തിളപ്പിക്കണം. ഈ 900 ഇട്ട് ഒരു 4 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് കിട്ടും. ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവും. 1 ലിറ്റർ 1.5 ലിറ്റർ വെള്ളമൊക്കെ തിളപ്പിക്കണമെങ്കിൽ ഗ്ലാസ് ബൗളിലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ സെറാമിക്. ഇല്ല, സാധാരണ നമ്മൾ നോർമലി ഡിസൈനൊക്കെ ഉള്ള ഗ്ലാസ് വെച്ചാൽ പൊട്ടിപ്പോകും. ഇത് ഇതിന്റെ കൂടെ കിട്ടിയ ഇത് മൈക്രോയിൽ ഉപയോഗിക്കരുത്. ഇത് മൈക്രോയിൽ വെക്കാൻ പാടില്ല. ഇത് വെച്ച് ചെയ്യരുത്, ഇവിടെ ഡാമേജ് വരും. ഇത് കുറച്ചു നേരം ഓടിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും, ഇടിമിന്നൽ പോലെ അതിൻ്റെ അകത്ത് വേവ്സ് വരുന്ന കാണാൻ പറ്റും. ഇത് ബാക്കിയുള്ള ഗ്രില്ലിലും കൺവെൻഷനിലും ബേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിൽ വെച്ച് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് നോക്കാം. ഇനി ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മിന്നൽ പോലെ വന്നു.
അപ്പൊ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. ചൂടാക്കാനൊക്കെ ചോറൊക്കെ ചൂടാക്കണമെങ്കിൽ ഈ വെള്ളം തിളക്കണം അതിന്. ചോറ് വേണ്ടേ? നേരെ വെച്ച് ചൂടാക്കാം. ഇതിന് ഇൻസ്ട്രക്ഷൻ ആയിട്ടൊന്നും ഇല്ലല്ലോ ഒരു കാര്യത്തിലും. ഉണ്ടല്ലോ. കിട്ടിയില്ലായിരുന്നു, പേപ്പർ കിട്ടിയില്ലായിരുന്നു. ഒന്നും ഉണ്ടായില്ല. ഇല്ലെങ്കിൽ നേരെ ഈ ബാർകോഡ് സ്കാൻ ചെയ്താൽ മതി. ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് കിട്ടും, മാനുവൽ കിട്ടും. എന്തെങ്കിലും എവിടെ ഉണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ ഓരോന്നിന്റെ കാര്യങ്ങൾ വായിച്ച് കോഡ് മനസ്സിലാക്കാൻ എല്ലാം അതൊന്നും തന്നിട്ടില്ല.